എല്ലാവർക്കും നമസ്കാരം. സമസ്ത കേരള ജമിയത്ത് ഉലമ എന്ന പണ്ഡിത സഭയുടെ 100ാം വാർഷികം പ്രമാണിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ജനുവരി 1 മുതൽ ജനുവരി 16 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം നടത്തുന്ന കേരള യാത്ര ജനുവരി 10-ാം തീയതി ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നായകനായിട്ടാണ് ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നതിനും തൃശൂർ ജില്ലയുടെ അതിന്റെ പരിപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നതിനുമാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അവരുടെ ആദരവോടും ക്ഷണിക്കുന്നു. നമസ്കാരം. അഡ്വക്കേറ്റ് അലി സാഹിബ് തുടങ്ങിയതുപോലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന 3ാം കേരള യാത്ര ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ജനുവരി 10-ാം തീയതി തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുകയാണ്. 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മണിക്ക് ചെറുതുരുത്തിയിൽ നിന്നാണ് യാത്രാ സംഘത്തെ ജില്ലാ പ്രാസ്ഥാനിക നേതൃത്വം സ്വീകരിച്ച് തൃശൂർ ജില്ലയിൽ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ള ചാവക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ചാവക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്വീകരണ സമ്മേളനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമ്മേളനം കേരള റവന്യൂ മന്ത്രി ബഹുമാന്യനായ അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നിരവധി നേതൃത്വങ്ങളും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ MLA-മാർ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, മത സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ്, ഐതിഹാസികമായ സമ്മേളനമാണ് ചാവക്കാട് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 കേരള യാത്രയിൽ 1999-ലും 2012-ലും കാന്തപുരം നടത്തിയ കേരള യാത്രയുടെ പ്രമേയം അന്ന് മാനവികതയെ ഉണർത്തുന്നു, അതുപോലെ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ. ആ 2 പ്രമേയങ്ങളോട് ബന്ധപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ് ഇന്ന് ലോകത്ത് വളരെ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രമേയവുമാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം. ആ ആശയം മുൻനിർത്തിയാണ് ഈ യാത്ര നടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിവിധ പേരുകളിൽ മതത്തിന്റെയും ജാതിയുടെയും വർഗവർണ്ണങ്ങളുടെയും ഒക്കെ പേരിൽ, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മതങ്ങളൊക്കെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും പ്രവർത്തിച്ചാലും മുന്നോട്ട് പോയാലും, ഏത് കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാലും മനുഷ്യർ എന്ന നിലക്ക് നമ്മളെല്ലാം ഒന്നായി നിൽക്കണം, ഒന്നിച്ചു ചേരണം, പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും മുന്നോട്ട് പോകണം എന്ന മഹത്തായ സന്ദേശമാണ് ഈ യാത്രയിൽ കാന്തപുരം കേരളത്തിലുടനീളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുള്ള ലോകരാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുകയാണ്. ഉദാഹരണം, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് അപ്പോൾ വെനസ്വലയിൽ നമ്മൾ കണ്ടതാണല്ലോ. അമേരിക്ക എന്ന വലിയ രാഷ്ട്രത്തിന്റെ ഒരു കോർപ്പറേഷന്റെ പരിധി പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് പോയി
അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെയും അവരുടെ പ്രിയപത്നിയെ അടക്കം റാഞ്ചിക്കൊണ്ടുപോകുന്ന സാഹചര്യം. അപ്പോ ശക്തിയില്ലാത്തവരെ കീഴടക്കുന്ന അല്ലെങ്കിൽ അവരെ അടിമകളാക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ എന്ന ആ ഒരു വലിയ ആശയത്തിൽ നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പഴയ കാലത്തെ പോലെ കൊണ്ടും കൊടുത്തുമൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ് 90 വയസ്സ് പൂർത്തിയാകുന്ന കാന്തപുരം പ്രായത്തിന്റെ അനാരോഗ്യത്തിന്റെ ക്ഷീണവും തളർച്ചയും ഒന്നും വകവെക്കാതെ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ല കേരള മുസ്ലിം ജമാഅത്താണ് ഈ യാത്രക്ക് നേതൃത്വം നൽകുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അതിഗംഭീരമായ പ്രൗഢോജ്ജലമായ സ്വീകരണമാണ് ചാവക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ജനങ്ങൾ സംബന്ധിക്കും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനും നിങ്ങളെ എല്ലാവരെയും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുവാനുമാണ് ഞങ്ങൾ എത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഒന്ന് പോയി. അത് നിങ്ങൾ നന്നായി റിപ്പോർട്ട് ചെയ്തല്ലോ അല്ലെ? ഈ രണ്ടാം വിഭാഗം എംഎൽഎമാരും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ കൂട്ടുപിടിച്ച് രണ്ടു കൂട്ടരും പങ്കാളിത്തായിട്ട് കൊണ്ട് നടപ്പിൽ വരുന്ന ലക്ഷ്യമിട്ടും കൂടി ഉണ്ടോ അതിലൊക്കെ? അല്ല, ഇത് നേരത്തെ തീരുമാനിച്ചതാണ്. സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത സെന്റിനറി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ആ സമസ്ത സെന്റിനറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിച്ച പദ്ധതിയിലെ ഒരു പദ്ധതിയാണ് കേരള യാത്ര. അതും ഇലക്ഷനും തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇലക്ഷനുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ എത്രയോ അങ്ങനെ വരും പോകും. അതുമായിട്ട് ഈ യാത്രക്കൊന്നും യാതൊരു ബന്ധവുമില്ല. പത്രസമ്മേളനത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ശനിയാഴ്ച 12 മണിക്ക് പേൾ ഏജൻസിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒരുമിച്ച്